കാര്യത്തിന് ദേഷ്യം വരിക, സെൻസിറ്റീവ് ആവുക, പെട്ടെന്ന് കരയുക. അതെ 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 എക്സാക്ട്ലി. PMS ടൈമിൽ പോയി ബ്രേക്കപ്പ് ചെയ്ത ആൾക്കാർ എനിക്കറിയാം. ഹായ്, ഞാൻ ഡോക്ടർ അഞ്ജു. ഡോക്ടർ മിന്നു. വെൽക്കം ടു ദ സെക്കൻഡ് സീരീസ് ഓഫ് 2 Gynec 1 Goal ഇൻ കൊളാബ് വിത്ത് പ്രൈം സോളാർ. നമ്മൾ ഈ അഡോളസെന്റ് ഗേൾസ് മാത്രമല്ല, ഈവൻ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ഫുള്ളായിട്ട് ഉള്ള വിമൻ, ഓക്കെ, സ്ത്രീകളിൽ കാണുന്ന ഒരു സാധാരണ ഒരു സിംറ്റമാണ്. പക്ഷെ അതിപ്പം വന്ന് അതിപ്പോൾ സിവിയർ ആയിട്ട് പലരുടെയും ജീവിതത്തിൽ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് PMS എന്ന് ഞാൻ പറയാൻ കാരണം PMS ആണ് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും കേട്ടറിവുള്ള വാക്ക് PMS ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന രീതിയിൽ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് PMS അതൊക്കെ PMS ആണോ, PMS ആയിരിക്കും, ഇപ്പം ഭയങ്കര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. അപ്പം സോ ഐ വുഡൻറ്റ് സേ ഇറ്റ് ഇസ് സിമിലർ ടു PMDD, ബിക്കോസ് PMDD എന്ന് പറഞ്ഞാൽ പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിക് ഡിസോർഡർ ആണ്. അത് ഇതിൻ്റെ സിവിയർ ഫോമാണ്. അപ്പോൾ PMS എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഇടയ്ക്ക്, അതായത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ മെൻസ്ട്രൽ സൈക്കിൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് നമുക്ക് സെക്കൻഡ് ഹാഫിനെ നമ്മൾ ലൂട്ടിയൽ ഫേസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ലൂട്ടിയൽ ഫേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ഹാഫ് ഓഫ് ദി സൈക്കിൾ, അതായത് 0 to 14 days കഴിഞ്ഞിട്ടുള്ള 15 to 28 days. 15 to 28 ഡേയ്സിനെ വിളിക്കുന്നത് ലൂട്ടിയൽ ഫേസ് എന്ന്. അപ്പം എൻറ്റയർ മെൻസ്ട്രൽ സൈക്കിൾ 28 ഡേയ്സ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ 2 വീക്സോളം ഉണ്ട് ലൂട്ടിയൽ ഫേസ്. അപ്പം ലൂട്ടിയൽ ഫേസിൻ്റെ അവസാനം ആണ് പീരിയഡ്സ് ആവുന്നത്. അപ്പോൾ പീരിയഡ്സ് ആവുന്നതിന് 1 to 2 വീക്സ് മുന്നേ ഒരു 3 to 5% പോപ്പുലേഷൻ, വുമൺ പോപ്പുലേഷനിൽ കാണുന്ന ഒരു സിംറ്റമാണിത്. അപ്പം മിക്കവാറും എല്ലാവരെ കൊണ്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവയർനെസ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസോർഡർ ആണിത്. ഓക്കെ, ഐ ഡിഡ്ന്റ് നോ. ഇപ്പോൾ യൂഷ്വലി കാണുന്ന സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഇറിറ്റബിലിറ്റി, ഒരു അജിറ്റേഷൻ, ഒരു ആങ്സൈറ്റി, സ്ലീപ്പ് ഡെപ്രിവേഷൻ, മൂഡ് സ്വിങ്സ് ഉണ്ടാവും. പിന്നെ ഒരു ആങ്കർ മാനേജ്മെന്റ്, ചെറിയ കാര്യത്തിന് ദേഷ്യം വരിക, സെൻസിറ്റീവ് ആവുക, പെട്ടെന്ന് കരയുക, കാരണം ഇല്ലാതെ ഇരുന്ന് കരയുക, പെട്ടെന്ന് ഡിപ്രഷൻ വരിക, ചെറിയ അതെ എക്സാക്ട്ലി. പിന്നെ അതിൽ നിന്ന് പിന്നെ തിരിച്ച് റിക്കവർ ചെയ്യാൻ ഭയങ്കരമായിട്ട് സമയം എടുക്കുക. ഇപ്പം യൂഷ്വലി നമുക്ക് പെട്ടെന്ന് ഒരു സങ്കടം വരുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറിലോ അല്ലെങ്കിൽ ആ ദിവസം കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ കേട്ടാൽ തന്നെ മൂഡ് മാറും. എക്സാക്ട്ലി. അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്ക് യൂഷ്വലി നമ്മൾ സെറ്റ് ആവാറുണ്ട്. പക്ഷെ ഇത് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ, അൺകൺട്രോളബിൾ ആയിട്ടോ അതോ കുറേ ദിവസം ഡ്യൂറേഷൻ ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സിംറ്റംസ്, ഈ പറഞ്ഞ സിംറ്റംസ് ലാസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇത് വന്നിട്ട് സൈക്കോളജിക്കൽ സൈഡാണ്. ഇനി എന്താ പറയുക, ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് വന്നിട്ട് ഇങ്ങനെ വാട്ടർ റിട്ടൻഷൻ കാരണം ബ്ലോട്ടിങ് ഫീലിംഗ് വരും. ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചാൽ തന്നെ പെട്ടെന്ന് ഫുൾനെസ്, വയറ് നിറയുന്ന പോലത്തെ ഫീലിംഗ്, പിന്നെ ഭയങ്കര അമിതമായ വിശപ്പ്, പിന്നെ ചിലവർക്ക് ഹെഡേക്ക് ഉണ്ട്, ക്രേവിങ്സ്, ഹെഡേക്ക് ഉണ്ട് ചിലവർക്ക്. പിന്നെ ചിലരിൽ പെട്ടെന്നൊരു വെയിറ്റ് ഗെയിൻ, ചെറിയൊരു വെയിറ്റ് ഗെയിൻ കാണും. അതെല്ലാം ഈ വാട്ടർ റിട്ടൻഷൻ ടൈറ്റ് ആയിട്ട് പോലത്തെ ഒരു ഫീലിംഗ് തോന്നും. പിന്നെ മുഖത്തൊക്കെ ഇച്ചിരി എഡീമ തോന്നും, പഫിനെസ് തോന്നും. അതന്നെ, രാവിലെ എണീറ്റ് വരുമ്പോഴത്തേക്ക് ഒരു പഫിനെസ് തോന്നും. ബ്രസ്റ്റ് ടെൻഡർനെസ് ഉണ്ട്, കറക്റ്റ്, അതുണ്ട്. സോർനെസ് ആണ്, ഒരു ഹെവിനെസ് പോലെ, പിന്നെ ഒരു ചെറിയൊരു സോർനെസ്, പെയിൻ ആയിട്ടല്ല, ഒരു സോർനെസ് കാണും. അപ്പൊ ഇതൊക്കെ ഫിസിക്കൽ സിംറ്റംസ് ആണ്. ചിലവർക്ക് ഹെഡേക്ക് ഉണ്ടാവും, ചിലർക്ക് ഈ മൈഗ്രെയിൻ ഒക്കെ വരുന്നവർക്ക് ട്രിഗേർഡ് ആവും. അപ്പം ഇത് വന്ന് സാധാരണ ഫിസിക്കൽ സിംറ്റംസ് ആണ്. കോഗ്നേറ്റീവ് സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതായത് നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറയും. ഇപ്പം നമ്മുടെ ഓഫീസിൽ ഇപ്പം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ബിഹേവിയർ, കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ഗോള്, ഡെഡ് ലൈൻ അച്ചീവ് ചെയ്യാൻ, ടാർഗറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് വെക്കുവാണെങ്കിൽ അത് ഒരു പെട്ടെന്നൊരു ലേസിനെസ്, എനിക്ക് വയ്യ,
ഒരു അൺനെസസറി ആയിട്ടുള്ള ഒരു ഫെറ്റീഗ് വരിക, ടയേർഡ്നെസ് വരിക. അപ്പോൾ അത് കാരണം ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പം നമ്മളിപ്പം ഓഫീസ് സ്റ്റാഫ് തന്നെ വിചാരിക്കും ഇത്രയും നാളൊരു പ്രശ്നമില്ലല്ലോ, കളിച്ച് ചിരിച്ച് നന്നായിട്ട് നടന്നതാണല്ലോ, ഇന്നെന്ത് പറ്റി ചോദിച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇല്ല, പേഴ്സണലി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിട്ട് ഗ്രാഫ് പെട്ടെന്ന് അങ്ങ് ഡിക്ലൈൻ ആവും. അപ്പോൾ അപ്പം നമ്മൾ വിചാരിക്കും എന്താ പറ്റി, വീട്ടിലെന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ആക്ച്വലി ചോദിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം കാണത്തില്ല, റീസൺ കാണത്തില്ല. പക്ഷെ പെട്ടെന്നൊരു പ്രൊഡക്ടിവിറ്റി ഡിക്ലൈൻ വരും. പെട്ടെന്ന് രാവിലെ എണീറ്റ് ചാടി ഓടി ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഒരു മന്ദതയിൽ നമ്മളൊന്ന് പതുക്കെ സ്ലോ ആവും. അപ്പോൾ ഓഫീസിലേറ്റം ലേറ്റ് ആവും. അപ്പോൾ പങ്ക്ച്വാലിറ്റിയിൽ ഇഷ്യൂ വരും, നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഇഷ്യൂ വരും, നമ്മൾ സ്റ്റാഫിൻ്റെ അടുത്ത് പെരുമാറുന്ന രീതിയിലൊരു ചെറിയ പെട്ടെന്നൊരു നമ്മൾ പെട്ടെന്ന് അത്ര മിണ്ടുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് അധികം മിണ്ടാട്ടോ ഇല്ല, അവർക്ക് തോന്നും അവർ റെക്ലൂസീവ് ആയതുപോലെ. പിന്നെ പെട്ടെന്ന് നമ്മളിപ്പം എന്താ പറയുക, ഒരു എനർജറ്റിക് ആയിട്ട് നമ്മളിപ്പോൾ സംസാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഡെയിലി മീറ്റിങ്ങിലൊക്കെ. പക്ഷെ പെട്ടെന്ന് ഒരു വേണ്ട, എനിക്ക് താല്പര്യമില്ല, ഒരു ഡിസ്ഇൻട്രസ്റ്റ് അത് വരും. അപ്പം അതിൻ്റെയൊക്കെ ഒരു പ്രോ ആക്റ്റീവായിട്ട് നടന്ന ആൾ പെട്ടെന്ന് ആ ഒരു ആക്റ്റീവ്. അപ്പം അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം എപ്പോഴും ഒരു ഇൻട്രോവേർട്ടിഷ് ബിഹേവിയർ കാണിക്കുന്ന ആളാണെങ്കിൽ അധികം തോന്നത്തില്ല. പക്ഷെ നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ആക്റ്റീവായിട്ട് ഗ്രൂപ്പ് മെമ്പർ ആണെങ്കിൽ പെട്ടെന്ന് എന്തോ ഡൗൺ ആയതുപോലെ തോന്നും. നമ്മളെല്ലാം കളിയാക്കി പറയുന്ന കാര്യം മൂഡ് സ്വിങ്, അവർക്ക് മൂഡ് സ്വിങ്, അല്ലെങ്കിൽ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ട് ഭയങ്കരമായിട്ട് അപ്പം എല്ലാ രീതിയിലും കോഗ്നിറ്റീവ് ആയാലും ബിഹേവിയറിലായാലും സൈക്കോളജിക്കലി ഞാൻ ഉദ്ദേശിച്ചത് ആൻഡ് ഫിസിക്കലായാലും കുറേ അധികം ഈ എല്ലാതരം സിംറ്റംസും ഒന്നിച്ച് വന്ന് ഭയങ്കരമായിട്ടും ഒരാളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന അത് 1 to 2 weeks മാത്രം ലാസ്റ്റ് ചെയ്ത് പീരിയഡ്സ് ആയി ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആൾ ഭയങ്കര ഓൾറൈറ്റ് ആവുന്നത്. അപ്പം പെട്ടെന്ന് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ബിഹേവിയർ കാണിക്കുന്ന ഒരാളായിട്ട് തോന്നും. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു റിലയബിലിറ്റി ഫാക്ടറോടെ പ്രശ്നം വരും. അപ്പോൾ ഇയാൾ റിലയബിൾ ആണോ, ഞാൻ അന്നൊരു ജോലി ഏൽപ്പിച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് ചെയ്തു, ഇപ്പം അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് ഈ കുട്ടി കാണിക്കുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണ്? ഇപ്പം കുറച്ചുകൂടെ അവയർനെസ് ഉണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട് പീരിയഡ്സ് സമയത്തൊക്കെ ലീവൊക്കെ കൊടുക്കുന്നതൊക്കെ. പക്ഷെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് പീരിയഡ്സ് സമയത്തിലുള്ള പ്രശ്നത്തിനേക്കാളും അധികം ഈ 1 to 2 weeks പ്രയർ പീരിയഡ്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സമയം. അപ്പം ആദ്യമൊക്കെ ഐ വാസൻറ്റ് അവെയർ, പിന്നെ പതുക്കെ വി കം ടു ദറ്റ് അവെയർനെസ് ദാറ്റ് ഇപ്പം മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് വി നോ ദർ സംതിങ് നോൺ എസ് PMS. അപ്പം ഇതാണ് അഫക്റ്റ്. ഇപ്പം PMDD എന്ന് പറഞ്ഞാൽ സിവിയർ ഫോമാണ്, നമ്മുടെ വർക്കിനെയും പേഴ്സണൽ ലൈഫിനെയും എല്ലാം അഫക്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് സിവിയർ ഫോം ഓഫ് ഡിപ്രഷൻ കാണിക്കുന്ന ഒരു ഇൻഡിവിജ്വലിന് നമുക്ക് PMDD എക്സാക്ട്ലി സൂയിസൈഡൽ ടെൻഡൻസി വരെ കാണിക്കാം ആ ഒരു സമയത്ത് മാത്രം, വിത്തൗട്ട് എനി റീസൺ. അല്ലെങ്കിൽ റീസൺ ഉണ്ടെങ്കിൽ തന്നെ ചെറിയൊരു ട്രിഗർ മതി. മൈ ലൈഫ് ഇസ് ലൈക്ക് ഹോപ്പ്ലെസ് എന്ന് പറയുന്ന രീതിയിൽ ചെറിയൊരു ട്രിഗറിനെ ഭയങ്കര വലിയൊരു കാര്യമാക്കിയിട്ട് ഭയങ്കര ഡൗൺ ആവുക. പിന്നെ ഡൗൺ ആയിട്ട് പിന്നെ പൊങ്ങി വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുക. അപ്പോൾ അത് PMDD ആണ്. അത് ശരിക്കും അതൊരു ഡയഗ്നോസിസ് ആണ്. ലൈക്ക് നമ്മുടെ ക്രൈറ്റീരിയയിൽ 5 സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ PMDD ആയിട്ട് ഡയഗ്നോസ് ചെയ്യും. ആൻഡ് അത് DSM-5 ഇൻക്ലൂഡഡും ആണ്. ഇറ്റ് നീഡ്സ് സൈക്കാട്രിസ്റ്റ് ഇവാലുവേഷൻ ഫോർ ഷുവർ. ആൻഡ് ഇഫ് നീഡഡ് തെറാപ്പിയും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു കണ്ടീഷനാണ് PMDD. PMS ആണെങ്കിൽ നമുക്ക് നോക്കാം. PMS ആണെങ്കിൽ നമുക്ക് കുറച്ചൊരു പ്രിവെൻറ്റീവ് മെഷേഴ്സ് അല്ല, ഒരു സപ്പോർട്ടീവ് തെറാപ്പി കൊടുത്താൽ ഒരു രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആ ഒരു 1 to 2 weeks ഉള്ള കണ്ടീഷൻ എല്ലാവർക്കും ഉള്ളതല്ലേ ശരിക്കും? PMS ഉള്ളതാണ്, ലെവൽ വേരി ചെയ്യും അല്ലേ? ആക്ച്വലി ഈസ്ട്രോജൻ പ്രൊജസ്ട്രോണിന്റെ ഫ്ലക്ച്വേഷൻ കാരണമാണ് PMS ഉണ്ടാവുന്നത്. പ്രൊജസ്ട്രോൺ വന്നിട്ട് ടക്കനെ കുറയുമ്പോഴാണ് പീരിയഡ്സ് ഉണ്ടാവുന്നത്, അതായത് ആ വിഡ്രോവൽ കാരണം. ഈ വിഡ്രോവൽ ഒരു 1 to 24 to 48 hours മുന്നേ, പീരിയഡ്സ് ആവുന്നതിന് തൊട്ട് മുന്നേ പ്രൊജസ്ട്രോൺ പെട്ടെന്നൊന്ന് ഫോൾ ആവും. അതിന് മുന്നേ നല്ല റേസ് ആവും പ്രൊജസ്ട്രോൺ. അപ്പോൾ ആ റേസ് ആവും തോറുമാണ് ഈ സിംറ്റംസ് കൂടുന്നത്. അപ്പം ആദ്യത്തെ സൈക്കിൾ ഫുൾ ഈസ്ട്രോജൻ ആണ്, സെക്കൻഡ് സൈക്കിൾ ഫുൾ പ്രൊജസ്ട്രോൺ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വേരിയേഷൻ കാരണം വരുന്ന ഒരു കണ്ടീഷനാണ്. എപ്പോഴാണ് ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യേണ്ടത്? അതെ, ഇതൊന്നും പണ്ടത്തെ ആൾക്കാരാണെങ്കിൽ കുറേ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാരായതുകൊണ്ട് ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല.
അവർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, വേറെ ജീവിതത്തിൽ വേറെ കുറെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇതൊന്നും അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അവര് മാത്രം സഹിച്ചിരുന്നു, ബാക്കിയുള്ളവർക്ക് ശ്രദ്ധിക്കാനുള്ള സമയമില്ലായിരുന്നു, അവർക്കത് പറയാനുള്ള സമയമില്ലായിരുന്നു, പറയാനുള്ള പ്ലാറ്റ്ഫോമും ഇല്ലായിരുന്നു. നോബഡി വാസ് അവെയർ. ഇപ്പോഴത്തെ പിള്ളേർ കുറച്ചുകൂടെ അറിയാം. അപ്പൊ അത് അറിയുമ്പം ഒന്നിൽ വാട്ട് യു ക്യാൻ ഡു ഇസ് വൺ തിങ്, നമുക്ക് അറിയാം ഓക്കെ ഇത് PMS ടൈമാണ്, ദാറ്റ് ഇസ് വൈ ഐ എം ബിഹേവിങ് ലൈക്ക് ദിസ്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ശാന്തമാവാം, ഒന്ന് സെൽഫ് സൂതിങ് മെക്കാനിസം ഒന്ന് ഡെവലപ്പ് ചെയ്യുക. ഇല്ല ഒട്ടും പറ്റിയില്ലെങ്കിൽ, ഇല്ല എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് അറിയാം അത് PMS ആണ്, പക്ഷെ എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് സീക്ക് ഹെൽപ്പ്. അതിനൊരു റിലക്റ്റൻസി അല്ലെങ്കിൽ ഒരു ഹെസിറ്റൻസി കാണിക്കാൻ പാടില്ല. ബിക്കോസ് നമ്മളെ മാത്രമല്ല എഫക്ട് ചെയ്യുന്നത്, നമ്മളെ കുറേ പേര് ചുറ്റുമുള്ള കുറേ പേരെ എഫക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ആ PMS ടൈമിൽ പോയി ബ്രേക്കപ്പ് ചെയ്ത ആൾക്കാർ എനിക്കറിയാം. പീരിയഡ്സ് കഴിയുമ്പോൾ ഓൾറെഡി എന്തിനാണ് ഞാൻ ബ്രേക്കപ്പ് ചെയ്തതെന്ന് പറയും. അപ്പോൾ അതാ പറഞ്ഞ ചുറ്റുമുള്ള ബാക്കി എല്ലാവരെയും കൂടെ എഫക്ട് ചെയ്യുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. അപ്പോൾ വെൻ യു വാണ്ട് ഹെൽപ്പ് യു ആസ്ക് ഫോർ ഹെൽപ്പ്. ഭയങ്കര അങ്ങനെ റെക്ലൂസീവ് ആയിട്ട് വേണ്ട ഞാനിത് ഡീൽ ചെയ്തോളാം. ഈ മരുന്ന് കഴിക്കാത്ത കുറച്ച് പേരുണ്ടല്ലോ, ഈ പനി വന്നാലും വേണ്ട ഞാൻ ആവിയൊക്കെ പിടിച്ച് സെറ്റ് ആയിക്കോളാം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതുപോലെ വിട്ട് കളയേണ്ട ഒരു സാധനമല്ല. ബിക്കോസ് ഇറ്റ് അഫക്ട്സ് ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ യുവർ ലൈഫ്, അറ്റ് വർക്ക് പ്ലേസ് ആൻഡ് പേഴ്സണൽ ലൈഫ് ഓൾസോ. ഇതിങ്ങനെ കൊച്ചുനാളിൽ മുതലേ ഉണ്ടോ അതോ വലുതായി വരുന്ന അനുസരിച്ചിട്ടാണോ ഇത് പണ്ട് മുതലേ ഉള്ളത്? പണ്ട് മുതലേ ഉള്ള സാധനമാണ്. പക്ഷെ നമ്മളിപ്പം കമ്മിങ് ഓഫ് ദ ഏജ് ആവും തോറും പ്രശ്നങ്ങളൊക്കെ കൂടുമല്ലോ നമ്മുടെ ലൈഫിൽ. അതുകൊണ്ട് ഇതിന്റെ ഇന്റൻസിറ്റി സിവിയർ ആവുന്ന പോലെ തോന്നും. പണ്ട് നമുക്ക് കൂടിപ്പോയ ഹോംവർക്ക് ഉണ്ട് സ്കൂളിൽ, അതൊക്കെയുള്ള എക്സാംസ് ഉണ്ട്. പക്ഷെ ഇതിപ്പം നമ്മളിപ്പോ 20s അത്രേ ഉള്ളൂ. ഇതിപ്പോ 25-26 ഒക്കെ ആവുമ്പോഴത്തേക്ക് വർക്ക് ആയി തുടങ്ങും. അപ്പം കുറെ ആൾക്കാർ ഇപ്പൊ നമ്മുടെ ലൈഫിലുണ്ട്, കുറെ കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കും തോറും അതിനെല്ലാം എഫക്ട് ചെയ്ത് തുടങ്ങും. പക്ഷേ യു ഹാവ് ടു മനസ്സിലാക്കേണ്ടത് ഈ 2 ആഴ്ചയേ ഉള്ളൂ. പക്ഷേ ഈ 2 ആഴ്ചയേ ഉള്ളൂ എന്ന് കരുതി ഒന്നും ചെയ്യാണ്ടിരിക്കരുത്. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് യു ക്യാൻ ഡു. ഒന്ന് നമ്മുടെ ഡയറ്റിൽ വേരിയേഷൻ കൊണ്ടുവരാം. നമ്മുടെ omega-3 ഫാറ്റി ആസിഡ്, സിങ്ക്, സെലീനിയം, അങ്ങനത്തെ കുറേ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മൾട്ടി മിനറൽസ് ഉണ്ട്. അത് കുറച്ച് കൂടുക. ലൈക്ക് ഡയറ്റിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് രീതിയിലെങ്കിലും എടുക്കാൻ സാധിക്കണം. അതൊന്ന്. പിന്നെ കെഫീൻ കുറയ്ക്കണം. കോഫി, ടീ അങ്ങനത്തെ ഭയങ്കര മൾട്ടിപ്പിൾ ടൈംസ് ഒക്കെ കുടിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അത് നല്ലപോലെ കുറയ്ക്കണം. പിന്നെ നമ്മുടെ ഈ ബ്ലോട്ടിങ് ടെൻഡൻസി ഒക്കെ ഉള്ളവരാണെങ്കിൽ എന്ത് ഫുഡ് കഴിച്ചാലാണ് ബ്ലോട്ടിങ് വരിക എന്ന് ഇഫ് യു നോ ദെൻ യു ഒബ്വിയസ്ലി യു ഷുഡ് അവോയ്ഡ് ഇറ്റ്. അതെന്തായിരിക്കും? മറ്റേ ഫ്രൈഡ് ഫുഡ്സ് ആയിരിക്കും, ജങ്ക് ആയിട്ട്, അതായത് ഔട്ട്സൈഡ് ഫുഡ്സ് ആയിരിക്കും കൂടുതലും ബ്ലോട്ടിങ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അത് കുറയ്ക്കുക നമ്മുടെ ഡയറ്റിൽ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എല്ലാവരും ഈ നാട്ടിലെല്ലാവരും ജിമ്മിൽ പോകണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഏതെങ്കിലും രീതിയിലൊരു ഫിസിക്കൽ ആക്ടിവിറ്റി അവരവർക്ക് പറ്റുന്ന ഒരു 3 to 5 days a week. എല്ലാ ദിവസവും ഒരു ദിവസം പോയില്ല, ഇനി ഇത് കഴിഞ്ഞു, എൻ്റെ ജീവിതം പോയി, ഇനി പറ്റത്തില്ല, ഇനി എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. PMS ഉള്ളവർക്ക് ആ സമയത്ത് വീട്ടിന് പുറത്തിറങ്ങാൻ പറ്റുമെന്നുള്ളതിന് ഡൗട്ടാ. ഒരു എക്സസൈസ് പോലെ ചെയ്യാനുള്ള പക്ഷെ ആ സമയത്താണ് ചെയ്യേണ്ടത്. ആ സമയത്ത് ചെയ്താൽ മാത്രമേ എൻഡോർഫിൻസ് ഒക്കെ റിലീസ് ആയിട്ട് നമ്മൾ കുറച്ചുകൂടെ ഹാപ്പി ആവത്തുള്ളൂ. അപ്പൊ എന്തെങ്കിലും രീതിയിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, സൂംബ ആണെങ്കിലോ അല്ലെങ്കിൽ സ്കിപ്പിംഗ് ആണെങ്കിലോ ജസ്റ്റ് വാക്കിംഗ് ആണെങ്കിലോ എന്തെങ്കിലും രീതിയിൽ വീട്ടിനകത്തിരുന്ന് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും കുഴപ്പമില്ല. യോഗ, പിലാറ്റീസ്, എന്തെങ്കിലും രീതിയിൽ നമുക്ക് വീട്ടിനകത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു 30 minutes, 20 to 30 minutes എന്തെങ്കിലും ചെയ്യണം. ബിക്കോസ് ദാറ്റ് സബ്സ്റ്റാൻഷ്യലി ഹെൽപ്സ് വിത്ത് ദ സിംറ്റംസ്. ബിക്കോസ് സിംറ്റം കൺട്രോളേ പറ്റത്തുള്ളൂ ഇവിടെ. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ഒരു ഡിസീസ് വെർ ദർ ഇസ് എ റൂട്ട് കോസ് വിച്ച് വി ക്യാൻ ടേക്ക് അവേ. നോ, ഇതൊരു ഡിസീസ് അല്ല. ഇതിപ്പോൾ എല്ലാ മാസവും 2 ആഴ്ച വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹോർമോൺസ്. അപ്പോൾ ഇതൊരു ഡിസീസ് അല്ല. ക്യൂർ ചെയ്യാൻ നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ കൺട്രോൾ ചെയ്യുന്ന എലമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാക്സിമം ചെയ്യാം. ബട്ട് ത്രൂ ആയുർവേദത്തിൽ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്. റിയലി? ഓക്കെ. ഇതിൽ നമുക്ക് എന്താണ് ആ ഒരു ടൈമിലുള്ള കെയർ അല്ല, ഒരു മെനാർക്കി തൊട്ട് ഇതിന് കെയർ കൊടുക്കും. മെനാർക്കി കെയർ ഉണ്ട് ആയുർവേദത്തിൽ. അപ്പോൾ മെനാർക്കി ആയിക്കഴിയുന്നത് ആദ്യമായി അർത്ഥം തുടങ്ങുന്ന കുട്ടികൾക്ക് തൊട്ട് ഈ ഒരു കെയറിങ് കൊടുക്കും. എന്ന് വെച്ചാൽ എപ്പോഴും ഇന്റേണലി മെഡിക്കേഷൻ എന്നല്ല, തലയിൽ തേക്കാൻ എണ്ണ ഒക്കെ ഉണ്ട്, യോഗയുണ്ട്, അങ്ങനെ അരോമ തെറാപ്പി ഒക്കെ ഉണ്ട്. പിന്നെ ഈ തലയിൽ തേക്കുന്ന എണ്ണയ്ക്കുള്ള വ്യത്യാസങ്ങളുണ്ട്. ചില ഈ പീഡ്സിനോട് അടുപ്പിച്ച് ഈ തലയിൽ തളം വെക്കുക കേട്ടില്ലേ പണ്ടുള്ളവർ പറയുന്ന പോലെ, അതുപോലെ കുറച്ച് കൂളിംഗ് ആയിട്ടുള്ള റിലാക്സ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ മൂക്കിൽ ഒഴിക്കുന്ന നസ്യം പോലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ ഈ 2 തുള്ളി വീതം കുട്ടികൾക്ക് ആയാലും ഇറ്റിച്ചു കൊടുക്കാം. അങ്ങനെ ഇറിറ്റേഷൻ ഉണ്ടാക്കത്തില്ല ഈ നസ്യം. അപ്പോൾ അങ്ങനെയുള്ളത് ചെയ്താലും ഒക്കെ നല്ല വ്യത്യാസം എന്നാണ് പറയുന്നത്. ഫൈൻ. നല്ല വ്യത്യാസം ഉണ്ട്. പക്ഷെ സംതിങ് ദേ ഷുഡ് സ്റ്റാർട്ട് ഫ്രം മെനാർക്ക്.
അങ്ങനെ ഇല്ല. പക്ഷെ മെനാർക്കി തൊട്ടേ തുടങ്ങിയ ഈ കഷ്ടപ്പാട് കുറഞ്ഞു കിട്ടും. എന്ന് വെച്ചാൽ എന്നിട്ട് എത്ര നാള് കണ്ടിന്യൂ ചെയ്യണം അത്? നമുക്ക് സിംറ്റംസ് സിവിയർ ആണെന്ന് തോന്നുവാണെങ്കിൽ എപ്പം വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഓൾമോസ്റ്റ് നമുക്കൊരു 18 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സ്ട്രെസ് കൂടി വരുമ്പോഴാണല്ലോ നമ്മളിത് നോട്ടീസ് ചെയ്യാൻ നോട്ടീസ് തുടങ്ങുന്നത്. ചെയ്യുന്നത്. അതെ. അപ്പോൾ ഈ 18 വയസ്സൊക്കെ തൊട്ടാണ് ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഒക്കെ വരുന്നതും ആ സമയത്താണ് നമ്മൾ എക്സ്പോഷർ ആവുന്നതും. ആ സമയത്താണ് നമ്മൾ ശരിക്കും ഇത് ചെയ്തു തുടങ്ങുന്നത് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഇത് ഡെയിലി ആയിട്ട് ചെയ്യാം, എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡിലുള്ള ചേഞ്ചസ് ഉണ്ട്. സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. അതെ അതെ, ഇതിനെക്കുറിച്ച് നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്നുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായാൽ മതി. നല്ല മെഡിസിൻസ് ഉണ്ട് ഇതിന്. അതെ, ചിലര് പറയാണ്ടൊക്കെ ചില പീരിയഡ്സ് കുഴപ്പമില്ല, ചില പീരിയഡ്സിന് മുന്നുള്ള PMS കുഴപ്പമില്ല, ചില പീരിയഡ്സിന് അപ്പൊ ഇത് മുൻകൂട്ടി നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. ഇപ്രാവശ്യത്തെ PMS ഭയങ്കര മോശമായിരിക്കും നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. അപ്പം സ്ലീപ്പ് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം നമുക്ക് ഭയങ്കരമായിട്ട്. അത് ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, PCO ആയിട്ട് വരുന്നവരുടെ അടുത്തൊക്കെ. പക്ഷെ ആരൊക്കെ ഫോളോ ചെയ്യുമെന്ന് അറിയില്ല. 3 മണിയൊക്കെയാണ് ഉറങ്ങുന്നതെന്ന് പറയാം. അതെ, 2 AM അങ്ങനെയൊക്കെയാണ് സ്ലീപ്പ് സൈക്കിൾ. സ്ലീപ്പ് സൈക്കിൾ ഡിസ്റപ്റ്റ് ആകുമ്പോൾ തന്നെ നല്ലപോലെ ഹോർമോണൽ ഇംബാലൻസ് വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ എമിനേറ്റ് ആവുന്ന ഒരു സിംറ്റംസ് ആണിത്. സോ ഒരു മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ട വരുത്തുക, ഡിസിപ്ലിൻഡ് ആവുക എന്നുള്ളതാണ്. പിന്നെ ഈ ഡിസിപ്ലിൻ ആവുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്, പലർക്കത് പ്രാക്ടിക്കലി പോസിബിൾ ആക്കുന്നുള്ളത് പാടാണ്. ഈ നമ്മുടെ റുട്ടീൻസ് സ്കെഡ്യൂൾസ് ഒക്കെ അതുപോലത്തെ ആണല്ലോ. ഇപ്പം നിന്റെ ആയാലും ഇപ്പം എൻ്റെ ആയാലും ഇപ്പോൾ രാവിലെ ഇനിറ്റ് രാത്രി ഉറങ്ങുന്നത് വരെ ഉള്ളത് ഫുൾ ഒക്കുപൈഡ് ആണല്ലോ. കുറച്ച് പോലും സമയം കിട്ടുന്നില്ല. അപ്പൊ ഇതിനിടയ്ക്ക് ഇനി ഇത് എങ്ങനെ ഇതിനെയും ഡിസിപ്ലിൻ ആക്കാനേ നമുക്ക് പറ്റും. അല്ലാതെ ഡിസിപ്ലിൻ ആകാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്കെഡ്യൂൾ ആക്കി എടുക്കാൻ പാടാം. അങ്ങനെ ചെയ്യണം. അത് ശരിയാ. പിന്നെ തിങ് ഈസ് ഇപ്പം PMS ആണെങ്കിലും PMDD ആണെങ്കിലും നമുക്കിപ്പം സൈക്കാട്രിസ്റ്റിനെ കാണണം അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ഔട്ട് ആൻഡ് ടെൽ ദം. അതായത് ഇപ്പം ഇന്ന സമയത്ത് മാത്രമേ ഉള്ളൂ എനിക്ക് മൂഡ് സ്വിങ്സ്, അല്ലാത്തപ്പോൾ ഐ എം എ വെരി ഹാപ്പി ഇൻഡിവിജ്വൽ. അപ്പം അങ്ങനെയാണെങ്കിൽ ദർ ഇസ് ഇന്റർമിറ്റൻറ്റ് തെറാപ്പീസ് ഉണ്ട്. അതായത് ഈ ചില എല്ലാവർക്കും ഒരു ടാബു ആണോ എന്തോ ആണെന്ന് അറിയില്ല. ആൻറ്റി ആങ്സൈറ്റി മെഡിക്കേഷൻ ഞാൻ എടുക്കാൻ പറയുമ്പോൾ എവരിബഡി ഈസ് ലൈക്ക്, ഓ അതൊക്കെ എടുത്ത് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പാടല്ലേ, അല്ലെങ്കിൽ അത് എടുത്ത് തുടങ്ങിയ മാത്രമല്ല അത് ഇപ്പം മാരീഡ് അല്ലാത്തവരാണെങ്കിൽ അങ്ങനെ ഒരു സൈക്കാട്രി കണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ ഇഷ്യൂ ആണ്, പ്രശ്നമാണ്. അങ്ങനെയുണ്ട്. എന്താന്ന് വെച്ചാല് സൈക്കാട്രിസ്റ്റിന്റെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ആലോചന വരത്തില്ല, അങ്ങനെ സംഭവം പോലാണ്. അതുകൊണ്ട് ഈ പണ്ടുള്ളവർ തലയും മുണ്ടിട്ടിട്ടാണ് സൈക്കാട്രിസ്റ്റിന്റെ പോവാന്ന് പറയുന്ന പോലാണ്. ആരും അറിയാതെ ഭയങ്കര പ്രൈവറ്റ് ആയിട്ട് ഇപ്പൊ ഓൺലൈൻ കൺസൾട്ടേഷൻ ഒക്കെ ഉണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷൻ ആയിട്ടും എടുക്കാം. ഇഫ് യു ആർ വർക്കിംഗ്, ഇഫ് യു ആർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽ, യു ക്യാൻ ഡു ഓൺലൈൻ കൺസൾട്ടേഷൻ ആസ് വെൽ. അപ്പം മൈ തിങ് ഈസ് ഇന്റർമീഡിയറ്റ് തെറാപ്പീസും ഉണ്ട്. ഇപ്പോൾ കണ്ടിന്യൂസ് ഞാൻ ഇനി ലൈഫ് ലോങ് എടുക്കേണ്ടി വരും ആൻറ്റി ആങ്സൈറ്റി മെഡിക്കേഷൻ, ആൻറ്റി ഡിപ്രസൻസ് എടുക്കാൻ തുടങ്ങി ഞാനിപ്പോൾ ലൈഫ് ലോങ് എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അത് പെട്ടെന്ന് നിർത്തിയാൽ റീബൗണ്ട് അടിക്കും, പെട്ടെന്ന് നിർത്തിയാൽ സൈഡ് എഫക്ട്സ് ഉണ്ടോ, അല്ലെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡ് എഫക്ട്സ് ഉണ്ടോ, വെയിറ്റ് ഗെയിൻ ഉണ്ടോ, നിർത്തിയാൽ കൂടുവോ, പിന്നെ സൈഡ് എഫക്ട്സ് ഉണ്ടോ, അതിനൊക്കെ നല്ല സൈഡ് എഫക്ട്സ് ഇല്ലേ, അങ്ങനെ എന്തൊക്കെയോ ഒരു മിസ്ഇൻഫർമേഷൻ ഉണ്ട്. അങ്ങനെ ഒന്നുമില്ല. PMSനാണെങ്കിൽ നമ്മൾ ലോവസ്റ്റ് ഡോസിലാണ് തുടങ്ങുന്നത്. അതിനിപ്പോൾ നമ്മൾ സൈക്കാട്രിസ്റ്റിനെ കൂടെ കാണണം എന്നില്ല, ഒരു ഫിസിഷ്യൻ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പം ഏറ്റവും ലോവസ്റ്റ് ഡോസ് ആൻറ്റി ഡിപ്രസൻസിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പൊ 5 mg എസിറ്റിലോപ്രാം ആണെങ്കിൽ തന്നെ അത് ഭയങ്കര ലോവസ്റ്റ് ഡോസ്. അതിൽ നിന്ന് ഒരു സൈഡ് എഫക്ട്സും വരത്തില്ല, ഒരു രീതിയിലും സൈഡ് എഫക്ട്സ് വരത്തില്ല. ആൻഡ് അത് പെട്ടെന്ന് അബ്രപ്റ്റ്ലി സ്റ്റോപ്പ് ചെയ്താൽ തന്നെ ഒരു രീതിയിലും റീബൗണ്ടോ വിഡ്രോവൽ സിംറ്റം ഒന്നും അടിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു മെഡിക്കേഷൻ അല്ല എസിറ്റിലോപ്രാം. അപ്പം അതിൻ്റെ ഒരു ലോവസ്റ്റ് ഡോസ് എടുത്തിട്ട് നമ്മളങ്ങ് അപ്പം അതൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. പിന്നെ ഈ മൂഡ് ഫ്ലക്ച്വേഷൻ കാണത്തില്ല, മൂഡ് ഏകദേശം ഒരു പ്ലാറ്റ്യൂ ആവും ഒരേ രീതിയിൽ. ഇറ്റ്സ് മോർ ലൈക്ക് എ മൂഡ് സ്റ്റെബിലൈസർ പോലെ. ഈ കറണ്ട് ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റെബിലൈസർ വീട്ടിൽ കൊണ്ട് വെക്കുന്ന പോലെ തന്നെ, ആ കറണ്ട് ഫ്ലക്ച്വേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിത് വെക്കുന്നത്. അതുപോലെ തന്നെയാണ് അപ്പം ഈ മൂഡ് അപ്പ് ആൻഡ് ഡൗൺ ആകുമ്പോഴാണല്ലോ നമ്മുടെ വർക്കിനെ അഫക്റ്റ് ചെയ്യുന്നത്. അതാവാതിരിക്കാൻ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ഘടകം മാത്രമാണ്. സോ വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദിസ് ഇസ് ഓൾ ഇൻസൈഡ് യുവർ ഹെഡ്. ദിസ് ഇസ് ഓൾ ബ്രെയിനിൻ്റെ ഒരു ആക്ടിവിറ്റി കാരണം വരുന്നതാണ്, അല്ലാതെ ഇറ്റ്സ് നത്തിങ് റിലേറ്റഡ് ടു യുവർ ഹാർട്ട്. ഇതൊരു ഇമോഷണൽ സാധനമായിട്ട് എടുത്തിട്ട് തീരെ ഓവറായിട്ട് ചിന്തിക്കരുത്. ഓൾവേസ് നോ, ഓക്കെ, PMS ഇസ് ബിക്കോസ് ഓഫ് ഹോർമോണൽ ഫ്ലക്ച്വേഷൻ ആൻഡ് ഇറ്റ് അഫക്ട്സ് മൈ ബ്രെയിൻ. ബ്രെയിനിൽ നിന്നുള്ള ന്യൂറൽ ആക്ടിവിറ്റിയിലുള്ള ഡിഫറൻസ് കാരണമാണ് ഇത് വരുന്നത്. സോ ഒബ്വിയസ്ലി ഐ ഹാവ് ടു ടേക്ക് സംതിങ് വിച്ച് gains control over that neural activity. So you take antidepressants or anti-anxiety medication എടുക്കുക. അത് കാരണം if you see any drastic change, if you are like okay now,
ലൈക്ക് ഇപ്പം ഈ പറഞ്ഞ ഈ കൺസിസ്റ്റൻസി ഇൻ വർക്ക് പ്ലേസ് അതൊക്കെ ബെറ്റർ ആവുകയാണെങ്കിൽ യു കണ്ടിന്യൂ ടേക്കിങ് ഇറ്റ്. സെയിം ഡോസ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. എഫക്റ്റ് ആയില്ലെങ്കിൽ മാത്രം ഓക്കെ ടൈട്രേറ്റ് ചെയ്യാൻ നോക്കാം ഡോസ്. പക്ഷേ ഇഫ് യു ആർ ഗോയിങ് വെരി വെൽ, യു ആർ വെൽ ആൻഡ് ഗുഡ്, then continue that. ലൈഫ് ലോങ് കണ്ടിന്യൂ ചെയ്യണം, നിർത്തണോ എന്നുള്ളത് യു ക്യാൻ അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ദി സൈക്കാട്രിസ്റ്റ്. പക്ഷേ യു ഹാവ് ടു സീക്ക് ഹെൽപ്പ്. അതിപ്പോൾ കഴിയുള്ളൂ, പീരിയഡ്സ് ആവുന്ന വരെയല്ലേ ഉള്ളൂ, അത് അപ്പോഴത്തേക്ക് ശരിയാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ ഇനി വലിയ വലിയ ആക്സിഡൻസ് കറ്റാസ്ട്രോഫിക് ഈവൻസ് ഒന്നും സംഭവിക്കുന്നതിന് മുന്നേ ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു. ട്രീറ്റ് ചെയ്യാതിരുന്നാൽ ഇത് വേഴ്സൺ ആവും അല്ലേ? ട്രീറ്റ് ചെയ്യാതിരുന്ന വേഴ്സൺ ആവുന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് ഈവൻസ് കൂടിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ഏജ് കൂടുന്തോറും ആ ട്രിഗർ പോയിന്റ്സ് കൂടിക്കൊണ്ടിരിക്കും. പണ്ട് സ്കൂളിലെ എക്സാം ആയിരിക്കും ഒരൊറ്റ ട്രിഗർ ആയിരിക്കും, പക്ഷെ ഇപ്പം കുറേ ട്രിഗേഴ്സ് കാണും. എന്താ പറയുക, കുഞ്ഞിൻ്റെ കാര്യം, ഹസ്ബൻഡ്, ഇൻലോസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ എല്ലാ കാര്യങ്ങളും കൂടെ ഒന്നിച്ച് നമ്മുടെ പ്രഷർ ചെലുത്തും. അപ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം സോ യു ഹാവ് ടു ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. കോമൺ സിംറ്റം ആയിട്ട് നമുക്ക് ഇപ്പം എല്ലാവരും കളിയാക്കും, ഈ പീരിയഡ്സ് ആകുമ്പോൾ അവളോട് മിണ്ടാൻ പോലെ കൊല്ലും അങ്ങനെ പറയും. അങ്ങനെ അല്ലാതെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്ന സിംറ്റംസ് എന്തൊക്കെയായിരിക്കും എന്ന് വെച്ചാൽ, ഒരു ലേഡി അവിടെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ പെൺകുട്ടി ഇരിക്കുകയാണ്, അപ്പോൾ അവൾക്ക് സ്വന്തമായിട്ട് PMS എനിക്കുണ്ട്, ഇതാണ് PMS എന്ന് തോന്നണമെങ്കിൽ മൂഡ് സ്വിങ്സ് എല്ലാവർക്കും ഉണ്ട്. അത് ഇപ്പൊ നമുക്കറിയാം ഇത് PMS അവർക്ക് ഫീൽ ചെയ്യും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ എണീറ്റിട്ട് യൂഷ്വലി ചെയ്യുന്ന ആ ഒരു ഡെയിലി ആക്ടിവിറ്റീസിൽ ചെയ്യാനൊരു ഡിസ്ഇൻട്രസ്റ്റ് അവർ തന്നെ ഫീൽ ചെയ്യും. ഒരു വയ്യായിക, ക്ഷീണം, ഒരു നടുവേദന, കാലുവേദന, അതായത് ഇറ്റ് മൈറ്റ് നോട്ട് ബി ആക്ച്വലി ഇപ്പം മുട്ടിനും ലൈക്ക് ആർത്രൈറ്റിസ് അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും കാണത്തില്ല, പക്ഷെ ഇറ്റ് ജനറലൈസ്ഡ് ഒരു ബോഡി വീക്ക്നെസ് അവർക്ക് ഫീൽ ചെയ്യും. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മളിപ്പം ഒരു 8 വയസ്സ് കഴിഞ്ഞാൽ തൊട്ട് നമ്മുടെ ഹോർമോൺസ് പ്ലേ തുടങ്ങും, അതിൻ്റെ ഗെയിം തുടങ്ങും. അപ്പോൾ നമുക്ക് എപ്പോഴും സ്ത്രീകൾക്ക് 8 വയസ്സ് കഴിഞ്ഞ് പിന്നെ 10 വയസ്സാകുന്നവരെ അഡോളസൻസ്, ആ ഒരു പ്രീ മെനാർക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. മെനാർക്കെ ആവുന്നതിന് മുന്നേ ഉള്ള ഹോർമോണൽ ഫ്ലക്ച്വേഷൻസ് കൊണ്ടുള്ള മൂഡ് സ്വിങ്സ്, പിന്നെ മെനാർക്കെ ആയിക്കഴിഞ്ഞു, പിന്നെ മെൻസ്ട്രുവേഷൻ്റെ പീരീഡ്സ് ആവുന്നതിന് മുന്നേ ഉള്ള ഫ്ലക്ച്വേഷൻസ്, പീരീഡ്സ് ആയി കഴിയുമ്പോൾ ഉള്ളത്, പിന്നെ അതിന് ശേഷമുള്ളത്, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് പ്രഗ്നൻ്റ് ആയാൽ പ്രഗ്നൻസി മൂഡ് സ്വിങ്സ്, അത് കഴിഞ്ഞ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ്, അത് കഴിഞ്ഞ് മെനോപോസ് എടുക്കാറാകുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് മെനോപോസൽ സിൻഡ്രോം. അങ്ങനെ നമുക്ക് ലൈഫ് ലോങ് ഒരു സ്ത്രീക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഈ മൂഡ് സ്വിങ്സും ഫ്ലക്ച്വേഷൻസും എല്ലാം ഉണ്ട്. ഇതിനകത്തുനിന്ന് PMS ആണിതെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? കാരണം എപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെയാണ്, വൺ ഓർ ദി അതർ ഡേ എന്ന് പറയുന്നത് എപ്പോഴും. ഇപ്പം ഇന്ന് എൻ്റെ ഓവുലേഷൻ ഡേ ആണെങ്കിൽ ഞാൻ നല്ല ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കും, പക്ഷേ ഞാനൊരു മെനോപോസ് അടുക്കുന്ന സ്ത്രീ ആണെങ്കിൽ എനിക്ക് മെനോപോസൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, ഹോർമോണൽ. അപ്പം ഈ ഓവുലേഷൻ്റെ സംഭവം തന്നെ കുറവായിരിക്കും, പക്ഷേ മെനോപോസൽ ആ സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായിരിക്കും. അപ്പൊ എൻ്റെ ഈ മൂഡ് സ്വിങ് എപ്പോഴും ഉണ്ട്. അതിപ്പോ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അങ്ങനെ അതിൽ നിന്ന് റെഗുലർ സൈക്കിൾസ് ആണെങ്കിൽ അതിനൊരു 1 വീക്ക് മുന്നേ അല്ലെങ്കിൽ 10 ഡേയ്സ് മുന്നേ ഉള്ള സംഭവം ആണെങ്കിൽ ഇറ്റ് ഈസ് പെർട്ടൈനിങ് ടു നമ്മുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ തന്നെയാണ്. 10 ഡേയ്സ് മുന്നേ ഉള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു അത് തന്നെയാണ്, PMS ആണ് തന്നെയാണ്. പക്ഷെ ഏജ് ഗ്രൂപ്പ് വൈസ് ആയിട്ട് ലൈക്ക് യു സെഡ്, പോസ്റ്റ്പാർട്ടം ഡെഫിനറ്റ്ലി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ ലൈഫിൽ വരുന്ന അത്രയും ചേഞ്ചസ് കാരണമുള്ള ഒരു സൈക്കോളജിക്കൽ ഈവന്റ് ആയതുകൊണ്ട് തന്നെ കാണിക്കുന്ന ബിഹേവിയറൽ ചേഞ്ചസ് ബിക്കോസ് ഓഫ് പോസ്റ്റ്പാർട്ടം തന്നെയാണ്. അത് പോസ്റ്റ്പാർട്ടം ബ്ലൂസ്, ദാറ്റ് ഇസ് ബിക്കോസ് ഓഫ് അഗെയിൻ പെട്ടെന്ന് സഡൻ ഡിക്ലൈൻ ഓഫ് പ്രൊജസ്ട്രോൺ. പ്രഗ്നൻസി ടൈമിൽ ഇത്രയും നാള് ഇപ്പൊ 10 മാസത്തോളം കൂടി നിന്ന പ്രൊജസ്ട്രോൺ, അതും ഭയങ്കര കൂടി നിന്ന പ്രൊജസ്ട്രോൺ, നമ്മുടെ ഇപ്പം നോർമൽ ഒരു സ്ത്രീൻ്റെ സൈക്കിള് ഉള്ള അത്രയും വാല്യൂ അല്ല, വെരി എലവേറ്റഡ് പ്ലാസൻ്റെന്ന് സെക്രീറ്റ് ആവുന്ന പ്രൊജസ്ട്രോണും കൂടെ ചേർത്ത് നല്ല വെരി ഹൈ വാല്യൂ ഓഫ് പ്രൊജസ്ട്രോൺ പെട്ടെന്ന് ഡിക്ലൈൻ ആവുമ്പോഴത്തേക്ക് വരുന്ന എക്സ്ട്രീം ബിഹേവിയറൽ ചേഞ്ച് ആണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ്. പിന്നെ അത് തന്നെ ഒരു സൈക്യാട്രി രീതിയിൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇത് അവർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ സഹിക്കാൻ പറ്റാണ്ട് വരുമ്പോഴാണ്, എന്നുവെച്ചാൽ അവർക്ക് മനസ്സിലാവാത്ത സ്റ്റേജ് വരും, അപ്പോഴാണ് ഇത് ശരിക്കും സൈക്യാട്രിയിലോട്ട് പോകുന്നത്. അവരല്ലാതാവുന്ന നിമിഷം അതാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. സോ either ways you can seek help from a psychologist or a psychiatrist. ഇനി ഇത് രണ്ടും അല്ലാത്തൊരു സാധനമാണ് ചിലവർക്കുള്ളത്. ഇപ്പോൾ കോസ്മെറ്റോളജി ആയതുകൊണ്ട്
പല ഗേൾസും വന്നിട്ട് പറയുന്ന പീരിയഡ് സമയത്ത് എസ്പെഷ്യലി ഓൾറെഡി ആക്നെ ഉള്ള പാവം പിള്ളേരാണ്. പീരിയഡ് സമയമാകുമ്പോഴത്തേക്ക് പിന്നെ ഒരു 5-6 മോക്കൂര് എക്സ്ട്രാ വരും. അപ്പോൾ ഒരു കഷ്ടപ്പെട്ട് കൺട്രോൾ ചെയ്ത് വെച്ചേക്കുന്ന ആക്നെ ആയിരിക്കും. ആ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ കുറേ എണ്ണം വരും. ഈ ജോ ലൈൻ പിന്നെ ചിൻ ഏരിയ ഈ സ്ഥലത്ത് പെട്ടെന്ന് അഗെയിൻ ഒരു ആക്നെ, ഒരു സ്പ്രൗട്ട്സ് വരും. അപ്പോൾ അത് ഭയങ്കര ഡിസ്ട്രെസ്സിങ് ആണ്. പിന്നെ ഭയങ്കര ഡിസ്ട്രെസ്സിങ് ആണ്. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ വന്നിരുന്നിട്ട് ഇങ്ങനെ ആംഗിൾ നോക്കുന്നു, ആക്നെ കൂടുതൽ കാണുന്ന ഏരിയ ഏതാണെന്ന് നോക്കുന്നു. ഓൾറെഡി ആക്നെ ഉള്ളവരാണെങ്കിൽ എസ്പെഷ്യലി പെട്ടെന്ന് എക്സാക്ട്ലി പെട്ടെന്ന് ഇപ്പൊ പുറത്തോട്ട് പോവാം, നമുക്ക് ഷോപ്പിംഗ് പോവാം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ലൈക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് വരാം എന്ന് പറയുമ്പോൾ വേണ്ട 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 എന്റെ മുഖത്ത് നോക്കുക, ഇന്നലെ വന്നതാ, ഇത് ജനിച്ചപ്പം തൊട്ട് ഇങ്ങനെയുള്ള യൂസ്ഡ് ആയതുകൊണ്ട്. പക്ഷെ ഇങ്ങനെ വീഡിയോയിലൊക്കെ വരുമ്പോ ഞാൻ ഇങ്ങനെ നോക്കും, എന്ന് വെച്ചാൽ നമ്മള് ഈ ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതെ, ക്യാമറ ഫേസ് ചെയ്യാനും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് വരും. ഒരു വെഡിങ് ഇവന്റ് അറ്റൻഡ് ചെയ്യാനും ഒക്കെ പെട്ടെന്നൊരു ബുദ്ധിമുട്ട് വരും. എന്തുകൊണ്ടാണ്? പീരിയഡ് സമയം ആവാറേ, അപ്പൊ കുറെ മൂക്കൊരു മുഖത്ത്. ഇതാണ് പ്രശ്നം. അപ്പം ഇപ്പൊ അതാണെങ്കിൽ ദാറ്റ് യു കാൻ നോട്ട് ഗോ ടു എ സൈക്കാട്രിസ്റ്റ് ഓർ എ സൈക്കോളജിസ്റ്റ്, ഒബ്വിയസ്ലി കൗൺസിലിംഗ് പറ്റത്തില്ല. സോ പ്രീ പീരിയഡ് ആക്നെ ആണെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ്, ഇഫ് യു ആർ ഷുവർ ദാറ്റ് ഓക്കെ ഈ ഒരു സ്ഥലത്ത് ഇറ്റ് ഈസ് ഗോയിങ് ടു കം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റാർട്ട് യുവർ സെൽഫ് ഓൺ ബെൻസോയിൽ പെറോക്സൈഡ്. ബെൻസോയിൽ പെറോക്സൈഡ് മൂക്കുരു വന്നിട്ട് തുടങ്ങേണ്ട സാധനം കൂടെ അല്ല. യു ക്യാൻ പ്രിവെന്റീവ് ആയിട്ടും യു ക്യാൻ അപ്ലൈ ബെൻസോയിൽ പെറോക്സൈഡ് വേർ ഇൻ ഏരിയാസ് നമ്മൾ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്ന ഏരിയാസിൽ നമുക്ക് തുടങ്ങാം ആക്ച്വലി. അത് ശരിയാ. അത് കാരണം അവിടെ തന്നെയാണല്ലോ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ വന്നു പിന്നെ ഭയങ്കര സ്കാറിങ്ങും ആവും അവിടെ തന്നെ. അവന് ആ സ്കാർ പോകാനും നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ തോന്നുവാണെങ്കിൽ ബെൻസോയിൽ പെറോക്സൈഡ് നേരത്തെ തുടങ്ങാം. പിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യണം മസ്റ്റായിട്ട്. ഏച്ചയോ സാലിസിലിക് ആസിഡ് വെച്ചിട്ട് മസ്റ്റായിട്ട് ഒരു 1 to 2 അല്ല once weekly ഈസ് എ മസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ആക്നെ വരാൻ പ്രോൺ ആണെങ്കിൽ നമുക്ക് അറിയാം, പീരിയഡ്സ് എടുക്കാറായി, ഇപ്പം എന്തെങ്കിലും ആക്നെ വരും എന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ ആക്ച്വലി ട്വൈസ് എ വീക്ക് വേണമെങ്കിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യാം സാലിസിലിക് ആസിഡ് വെച്ചിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പോഴ്സ് ഒക്കെ ഒന്ന് അൺക്ലോഗ്ഡ് ആയിട്ട് അതിനകത്തുള്ള അഴുക്കൊക്കെ അങ്ങ് പൊക്കോളും. അപ്പം അങ്ങനെയാണെങ്കിൽ മുഖം അങ്ങ് ക്ലിയർ ആവുന്നല്ല ഞാൻ പറഞ്ഞ, ഇത് പ്രിവെൻറ്റീവ് ആയിട്ട് പറയുന്നേ ഉള്ളൂ. അപ്പോൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുക, 1 or 2 a week ചെയ്യുക. ബെൻസോയിൽ പെറോക്സൈഡ് പ്രിവെൻറ്റീവ് ആയിട്ടും അപ്ലൈ ചെയ്യുക. പിന്നെ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറ്റിൽ ഭയങ്കരമായിട്ട്, ഇപ്പം ആക്നെ എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ അല്ല, അത് ഇൻറ്റേർണൽ ഹെൽത്തിൻ്റെ ഒരു പുറമെ കാണുന്ന ഒരു വിൻഡോ ആണ് ആക്ച്വലി. അത് നമ്മൾ എത്രത്തോളം നല്ല ഫുഡ് കഴിക്കുന്നു ആക്നെ അത്രയും കുറയും. നമ്മൾ എത്രത്തോളം നല്ല വാട്ടർ ഇൻടേക്ക് ഉണ്ടോ അത്രത്തോളം ആക്നെ കുറയും. നമ്മൾ എത്രത്തോളം നല്ല ജീവിത രീതി ലൈക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നു അതിൻ്റെ അത്രയും തന്നെ ആക്നെ കുറയും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഹെക്റ്റിക് ലൈഫ് സ്റ്റൈലാണ്. അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ അത് എങ്ങനെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറയാം ഒബ്വിയസ്ലി. അപ്പോൾ ഹെക്റ്റിക് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് യു ടേക്ക് അതിൻ്റെ സപ്ലിമെൻറ്റ്സ്. സ്കിൻ ഹെൽത്തിനുള്ള കുറേ സപ്ലിമെൻറ്റ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഹെൽത്തി ഫാറ്റ്സ്. നമ്മൾ കഴിഞ്ഞ വർഷം ഗീനെ കുറിച്ച് പറഞ്ഞില്ല, അതുപോലെ തന്നെ ചീസൊന്നും അല്ല, ഹെൽത്തി ഫാറ്റ്സും ഉണ്ട്. ലൈക്ക് ഗീ, പിന്നെ ഈ എന്താ പറയുക മീനെണ്ണ ഗുളിക അങ്ങനത്തെ, അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിലുള്ളത്. അപ്പോൾ ആ ടൈപ്പ് ഫാറ്റ്സ് എന്ന് വെച്ചാൽ നല്ല ഫാറ്റ്സ് ആണ്. അപ്പോൾ അത് കൺസ്യൂം ചെയ്യാൻ നോക്കുക. അവോക്കാഡോ, പിന്നെ നമ്മുടെ വാൾനട്ടിൽ, ഇതിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല ഫാറ്റ് ആൻഡ് ഗുഡ് ഫാറ്റ്. അപ്പോൾ അത് വേണം ശരീരത്തിന്. അപ്പോൾ അത് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ കഫീൻ കുറയ്ക്കുക. അത് അങ്ങനെയല്ല, അത് ഫാറ്റ് വേണം, ശരീരത്തിന് ഫാറ്റ് വേണം. കട്ട് ചെയ്യേണ്ടത് ഷുഗറാണ്. ഷുഗറി ഡ്രിങ്ക്സ്, അത് കോക്ക്, പെപ്സി അങ്ങനത്തെ ബെവറേജസ് ഒക്കെ അത് കട്ട് ചെയ്യണം. ബിക്കോസ് അതിൽ ഭയങ്കര അളവിന് ഷുഗർ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ജ്യൂസ് കടയിൽ പോയിട്ട് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അതിൽ ഷുഗർ ഇല്ലാതെ ജ്യൂസ് കുടിക്കാൻ നോക്കുക. മാക്സിമം നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ കൺസ്യൂം ചെയ്യാൻ നോക്കുക. അതിന് ജ്യൂസ് ആക്കുന്നതിനേക്കാളും ഭേദം ഏറ്റവും നല്ലത് വിത്ത് അതിൻ്റെ സ്കിന്നോടെ കഴിക്കുന്നതാണ്. പക്ഷെ വേണ്ട, ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ ജ്യൂസായിട്ട് തന്നെ കുടിക്കണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഷുഗർ ചേർക്കാതെ നിങ്ങൾക്ക് ജ്യൂസ് തരാൻ പറയണം. അങ്ങനെ സോ മാക്സിമം ഷുഗർ കട്ട് ചെയ്യുന്നതോറും ആക്നെയുടെ ഇറപ്ഷൻസും കുറയും. ബിക്കോസ് എനിക്ക് ആക്നെ ഉണ്ടായിരുന്നു നേരത്തെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഷുഗർ കട്ട് ചെയ്തോ, അതെ ഷുഗർ കട്ട് ചെയ്തോ ആക്നെ എല്ലാം പോകും. പിന്നെ കൂടുതൽ ചെക്കപ്പ് ചെയ്യുക. PCO ഉണ്ടോ, അത് വലിയ ഫാക്ടറാണ്. PCO ഉണ്ടോ, നിങ്ങൾക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ, ഫാമിലിയിൽ ഡയബറ്റിക് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ, എന്നാൽ പിന്നെ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് ദറ്റ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ജീൻ ഇൻ യു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനുള്ള മരുന്ന് ഇപ്പം എല്ലാം ആക്നെ കൺട്രോൾ ചെയ്യാനുള്ള സപ്ലിമെന്റ്സിൽ മെറ്റ്ഫോമിനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് അവർക്ക് അത് വരാനുള്ള ടെൻഡൻസി. അപ്പം മെറ്റ്ഫോമിനും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ചില സപ്ലിമെന്റ്സിലൊക്കെ വിച്ച് ഇസ് ഗുഡ് ആക്ച്വലി. അപ്പം ക്രേവിംഗ് ഒക്കെ ഒന്ന് കുറയും. ക്രേവിംഗ് നല്ലപോലെ കുറയും. അതുകൊണ്ടൊക്കെ കൂടെയാണ്
നമ്മൾ സെൽഫ് അവയർനെസ് ആയിട്ട് നമുക്കിപ്പോൾ ഇതൊക്കെ സംഭവിക്കാം, PMS എന്തായാലും സംഭവിക്കാൻ പോവാണ്, അല്ലാതെ എനിക്ക് ബാക്കിനെ വരാൻ പോവാണ്, അപ്പോൾ ഇതൊക്കെയാണല്ലോ മെയിൻ ആയിട്ടുള്ള കൺസേൺസ്. അപ്പോൾ അതൊക്കെ ഉണ്ടാകുന്നെങ്കിൽ യു സീക്ക് ഹെൽപ്പ്. യു ഏതർ ലൈക്ക് സി എ ഗൈനക്കോളജിസ്റ്റ് ഓർ സ്കിൻ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ്. ഇവരെല്ലാവരെയും ഒന്ന്, അത് നല്ല ആൾക്കാർ നല്ല ആൾക്കാർ അതായത് അതൊരു പ്രശ്നമാണ്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ നല്ല ടോക്സ് ഒക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള നല്ല ഡോക്ടേഴ്സിനെ ഹെൽപ്പ് ലൈക്ക് കൺസൾട്ട് ചെയ്യുക. ആൻഡ് ദേ വിൽ ടെൽ യു, ദേ വിൽ അറ്റ്ലീസ്റ്റ് ബി എംപത്തറ്റിക് ആൻഡ് തിങ്ക് ഫ്രം യുവർ സൈഡ്. ഓക്കെ, അല്ലാതെ PMS ഒക്കെ നോർമലാ, ഒന്ന് പൊക്കോ അങ്ങനെ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോവരുത്. അതിപ്പോ എങ്ങനെ ഈ PMS ഉണ്ടോന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് എൻ്റെ ഒരു ഇത് എന്ന് വെച്ചാൽ PMSനെ കുറിച്ച് കൂടുതൽ അവയർനെസ് ഉണ്ട്. നമ്മൾ ഈ പറയുന്നുണ്ടെങ്കിലും കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി അറിയത്തില്ല. പിന്നെ ഈ കുറച്ചുകൂടി നമ്മുടെ ഏജിൽ ഒരു 25 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പം അങ്ങനെയൊക്കെയാണ് ഈ ടോക്സ് വരുന്നത്. അപ്പോഴാണ് ഈ PMSനെ കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവടാവുന്നത്. അതുവരെ നമ്മൾ ഈ കൊച്ചുങ്ങളൊക്കെ വീട്ടിൽ വഴക്കുണ്ടാക്കും, ടീച്ചേഴ്സിനോട് അതൊക്കെ പറയാം, അങ്ങനെ. അപ്പൊ എല്ലാരും ഇങ്ങനെ ഒരു അഹങ്കാരി കുഞ്ഞ് അങ്ങനെയുള്ള രീതിയിലേക്ക് മാറുന്നല്ലാതെ PMSനെ കുറിച്ചുള്ള അഡ്രസ് ചെയ്യപ്പെടുന്നത് വളരെ കുറവാണ്. നമുക്കിപ്പോ PMS അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വെച്ചാൽ നമുക്ക് ഇത് അറിയാവുന്നതുകൊണ്ടാണ്. നമ്മുടെ മുന്നിൽ ഒരു പേഷ്യന്റ്, ഒരു കൊച്ചിനെയും കൊണ്ട് അമ്മ വന്നിരുന്ന് കുറച്ചേരം സംസാരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇതിന് PMS ഉണ്ടെന്ന്. കാരണം നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനോട് പോലും ഇറിറ്റബിൾ ആണത്. നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അതിന്റെ മുഖത്ത് ഇറിറ്റേഷൻ ആണ്. അപ്പം പിന്നെ അതിന് സിവിയർ PMS ഉണ്ടെന്ന് നമുക്ക് കുറേയും കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ അതനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും. പിന്നെ അമ്മയ്ക്ക് അതിന്റെ ഒരു അവയർനെസ് കൊടുക്കും PMS എന്നുള്ളത്. അമ്മമാർക്കും അറിയില്ല എന്നുള്ളതാണ്. അമ്മമാർക്ക് അറിയുന്നത് വളരെ കുറവാണ്. അമ്മമാർക്ക് വിഷമമാണ് എന്ന് വെച്ചാൽ അമ്മമാർക്കും PMS ആണ്. ഇത് മോളെയും കൊണ്ട് വരുന്ന അമ്മയ്ക്കും PMS ഉണ്ട്. അപ്പൊ ഈ രണ്ട് മോളും അമ്മയും കൂടെ ചേരുമ്പോൾ ഉള്ള പ്രശ്നമാണ്. അതാണ് ഇപ്പൊ 2 PMS വീട്ടിലുള്ളപ്പോ ഉള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. പാടാ. അപ്പൊ നമ്മൾ അമ്മമാർക്കൂടെ അവയർനെസ് കൊടുക്കും.